എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയാണ് കാണിക്കുന്നത്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. രാവിലെ വലിയ ചൂടൊന്നുമില്ല, ചെറിയ കാറ്റൊക്കെയുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ്. അപ്പോൾ ആ ഒരു വൈബ് ഞാൻ ഫോണിൽ എടുത്തതാണ്. അപ്പം ഇന്ന് തിങ്കളാഴ്ച നമുക്ക് ഇച്ചിരി പണി കൂടിയുള്ള ദിവസമാണ്. ഞായറാഴ്ച പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച ചോറും കറികളും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞായറാഴ്ച എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് അവധി ദിവസം ആയതുകൊണ്ട് വീട്ടിൽ ഇരിക്കുമല്ലോ, അപ്പോൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ പൊതി കൊണ്ടുപോകേണ്ട ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് രാവിലെയാണ് നമുക്ക് തിങ്കളാഴ്ച രാവിലെ ഇച്ചിരി പണിയൊക്കെ കൂടുതലാണ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടാണ് കിടന്ന് പാത്രമെല്ലാം കഴുകി എല്ലാം കമത്തി. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ള പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. കാരണം അടുക്കളയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം കട്ടൻ കാപ്പി വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ഇന്ന് ഞാൻ എല്ലാ ദിവസവും തലേദിവസം തന്നെ ചോറ് വെക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് വീഡിയോകളിലൊക്കെ കണ്ട് ഈ ചോറ് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ തിളപ്പിച്ച് വാർക്കുമ്പോൾ അതിന് വിഷാംശം ഉണ്ടെന്നൊക്കെ കുറച്ച് യൂട്യൂബിൻ്റെ വീഡിയോയ്ക്കകത്തും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ കിടക്കുന്ന കണ്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടി, ഇപ്പം ഇനി തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞാൽ ഇനി വിഷാംശമാണെങ്കിൽ എന്താണ് പ്രശ്നം, വല്ല പ്രശ്നം ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് രാവിലെ എന്നാൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് പതിവിൽ നേരത്തെയാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ച് മട്ടേരി ആയതുകൊണ്ട് വെന്ത് കിട്ടാനായിട്ട് താമസിക്കും. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ടതിന് ശേഷം അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അതിൻ്റെ തവിടൊക്കെ പോകുന്ന രീതിയിൽ നല്ലതായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. മട്ടേരി ആയതുകൊണ്ട് നല്ല തവിടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് അടുപ്പത്ത് ഇട്ട് അതിന് ശേഷം ആ സമയത്ത് നമ്മുടെ വെള്ളം എല്ലാം തിളച്ചായിരുന്നു. കട്ടനൊക്കെ എടുത്ത് വെച്ചു. അത് ഞാൻ ചൂടാറാൻ വേണ്ടി ഒരു കപ്പിനകത്ത് ഒഴിച്ച് വെച്ചേ. പിന്നെ ഞാൻ ഇടയ്ക്ക് അതൊന്നും എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് കുടിച്ചിട്ട് പിന്നെ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി ചൂടോടെ കുടിക്കുന്നത് എനിക്കിഷ്ടമില്ല. കട്ടനാണേലും ചായ ആണേലും നമുക്ക് കുടിക്കാവുന്ന ഒരു ചൂടേ ആകാവുള്ളൂ. അപ്പോൾ ഞാൻ ആ കാപ്പിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിന്ന് തോരനായിട്ട് ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി ബീറ്റ്റൂട്ട് മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ എന്നാൽ അത് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു, കാണാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് തോരൻ വെക്കാനായിട്ട് ഒരു 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഒരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഞാൻ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. ഇതരിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കറി അടുപ്പത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാൻ പെട്ടെന്ന് സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ചിട്ട് എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് ചിക്കൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു വരാം. അപ്പോൾ ഞാനതൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണേ. പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ 1/2 കഷ്ണം സവോളയും അതുപോലെ തന്നെ ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ടാണ്. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് താമസം വരുമല്ലോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ ചോപ്പറിനകത്തിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നതാണ് ഈ ചോപ്പറ്. മറ്റേ വലിക്കുന്ന ടൈപ്പല്ല, ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് വലിക്കുന്നത് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് നമുക്കൊന്ന് ഇതെല്ലാം ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ബ്ലേഡും അതിലെല്ലാം അന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കുക. പിന്നെ അത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പാത്രങ്ങളാകും കഴുകാനായിട്ട്. ഇനി നമ്മൾ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുകും ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കും. ഒത്തിരി തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടിന് ഇച്ചിരി മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് തേങ്ങയും കൂടി ഇടുമ്പോൾ ഓവർ മധുരമാകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്താൽ മതി. തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ തുണി ഇങ്ങനെ പിടിച്ചപ്പോൾ തുണി പെട്ടെന്നൊന്ന് കത്തിയേ ആ ഗ്യാസ് തന്നെ. അപ്പം പിന്നെ ഞാൻ പെട്ടെന്നത് ഇങ്ങനെ കെടുത്തി കളഞ്ഞു. ഞാനത് ഇളക്കിയപ്പോൾ ശ്രദ്ധിച്ചില്ല, അതിനകത്തേക്ക് ആ ഗ്യാസിൻ്റെ പുറത്തേക്ക് ആ തുണി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്നതാണ്. പക്ഷേ അത് നമുക്ക് ചില സമയത്ത് അപകടങ്ങളുണ്ടാക്കും. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ തുണി കത്തി വരുന്നത് നമ്മൾ കാണത്തില്ല. അപ്പോൾ ഞാനത് പെട്ടെന്നൊന്ന് കെടുത്തി. അതുകൊണ്ട് കുഴപ്പമില്ല. തീ ഓവറായിട്ട് കത്തുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു തോന്നുന്നത് കയറി പിടിച്ചത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കി. തീ തീരെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേന് എല്ലാം കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. എരിവും എല്ലാം കറക്റ്റാണ്. ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ബീട്രൂട്ട് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇടിയപ്പം ഉണ്ടാക്കിയപ്പം കുറച്ച് കൂടുതലുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ തന്നാലും തന്നെ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു. അപ്പോൾ രാവിലെ അത് ആവി കയറ്റിയെടുക്കാം. ചിക്കൻ കറിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ അത് കറിയാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതൊന്നെടുത്ത് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഈ അടുപ്പത്തുനിന്ന് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് നമുക്കിനി നമ്മുടെ ആവി കയറ്റുന്ന സ്റ്റീമർ വെച്ച് കൊടുക്കാം. സ്റ്റീമറിനകത്തോട്ടാകുമ്പോഴത്തേനൊന്ന് പെറുക്കി വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒരു 9 ഇടിയപ്പം ഉണ്ടായിരുന്നേ. അപ്പം കഴിഞ്ഞ ദിവസത്തെ രാവിലത്തെ ബാലൻസ് ഇരുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് രാഹുലിന് മാത്രം മതി. ചേട്ടൻ രാവിലെ ഇടിയപ്പം അങ്ങനെ ഞായറാഴ്ച ദിവസം മാത്രമേ എന്തെങ്കിലും പലഹാരം കഴിക്കത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും പലഹാരം കഴിക്കുന്ന പൊതുവേ കുറവാണ്. ഇഡലിയും ദോശയ്ക്കാണെങ്കിൽ മാത്രമേ 1-2 എണ്ണമൊക്കെ കഴിക്കും. അല്ലാത്ത ദിവസം ചോറാണ് ഉണ്ണുന്നത്. ഞാൻ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട്, രാവിലെ ചോറ് മതിയെന്ന്. അപ്പോൾ അത് ആവി കയറി വരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കഞ്ഞി വെന്തോ നോക്കുവാണ്. എന്തെങ്കിലും നമുക്ക് അടച്ചിടണമല്ലോ, ചോറ് കൊണ്ടുപോകേണ്ടതാണല്ലോ രാവിലെ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചിടാം. അപ്പോൾ വാഷ് ബേസിനകത്തോട്ട് വെച്ചാണ് നമ്മളിതൊന്ന് അടച്ചിടുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചിട്ടിട്ട് വരാവേ. അടച്ചിടുമ്പോൾ നമ്മൾ ആ പൈപ്പും കൂടെ ഒന്ന് തുറന്ന് വിടണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പൈപ്പിൻ്റെ അടിയിലത്തെ ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉരുകിപ്പോയി ചൂടുവെള്ളമല്ലേ ചെല്ലുന്നത്. പിന്നെ ഞാൻ അത് അടച്ചിട്ടതിന് ശേഷം നമ്മൾ പാല് ചായ വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രാഹുലിന് മാത്രം മതി ചായ. അപ്പോൾ അതിനുള്ള പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തേയില ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ പൊതി എടുക്കാം, കൊണ്ടുപോകാനുള്ള പൊതി എടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള ചോറാണ്, ഇപ്പം വെച്ചതേ ഉള്ളല്ലോ. അപ്പോൾ അത് ഞാൻ ചോറും പാത്രത്തിലേക്ക് എടുക്കുവാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ചെറിയ പാത്രത്തിലേക്ക് എടുക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. എല്ലാം കൂടെ മിക്സ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉപ്പിട്ട് കൊടുക്കണം ചോറിൻ്റെ പുറത്ത്. ഇവിടെ ഉപ്പ് എല്ലാവർക്കും നിർബന്ധമാണ് ചോറിന്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ചോറിന് ഉപ്പിട്ട് വാർക്കുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ബീട്രൂട്ട് തോരൻ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പിലിട്ട കാന്താരിയാണ് വെച്ച് കൊടുക്കുന്നത്. നാരങ്ങാച്ചാർ ഇരിപ്പുണ്ട്, അത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചോറിനകത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ കയ്പ്പാവുമല്ലോ ചോറിന്. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഈ കാന്താരി ഉപ്പിലിട്ടതും പിന്നെ ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത് ചോറിന് കൊണ്ടുപോകാനായിട്ട്. അപ്പം ചോറും പൊതി എടുത്ത് വെച്ചു. ഇനി ചേട്ടനും കൂടെ ഉള്ള ചോറും പൊതി എടുത്ത് വെക്കണം. അതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമുക്കത് കപ്പിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കണം, എന്നാലേ ഒരു ചായക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചേട്ടനുള്ള ചോറും എടുത്ത് വെച്ചു, കഴിക്കാനുള്ള ഇടിയപ്പവും കൊണ്ടുവന്ന് വെച്ചു, ചിക്കൻ കറി എടുത്ത് വെച്ചു, ചായ എടുത്ത് വെച്ചു, എല്ലാം ടേബിളിൽ എടുത്ത് വെച്ച് കഴിക്കാനായിട്ട്. അപ്പം രണ്ടുപേരും രണ്ടായിട്ടാണ് കഴിക്കുന്നത്. ആദ്യം ചേട്ടൻ കഴിക്കും, അതിന് ശേഷമാണ് രാഹുൽ കഴിക്കാൻ വരുന്നത്. അവനെപ്പോഴും കുറച്ച് താമസിച്ചാണ് ഒരുങ്ങിയൊക്കെ റെഡിയാകുന്നത്. ചേട്ടൻ ആദ്യം വന്നിരുന്ന് കഴിക്കും, അതിന് ശേഷമാണ് അവൻ വന്നിരിക്കുന്നത്. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നല്ലതാണെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ കഴിക്കാനായിട്ട് വന്നു. അവൻ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോകാനുള്ള സമയമായി. താഴോട്ട് പോകുമ്പോൾ എന്നും ഞാനും കൂടെ പോകും. ചില ദിവസങ്ങളിൽ മാത്രം മൂഡ് ശരിയാകാത്ത ദിവസങ്ങളിലൊക്കെ മാത്രമേ പോകാതിരിക്കത്തുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ താഴോട്ട് പോവേ. വണ്ടി എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇതൂടെ കൊണ്ടുപോകും. അപ്പോൾ ചോറ് എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. ചോറ് ഞാൻ ചേട്ടനോട് കൊണ്ടുപോകാൻ പറയുമായിരുന്നു. ബക്കറ്റിനകത്ത് അവർക്ക് അവിടെ കമ്പനിയിലാണ് ഡ്യൂട്ടി ഡ്രസ്സാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ നിന്നപ്പോൾ കുറച്ച് നേരം അവിടുത്തെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. രാവിലെ ഒരു നല്ലൊരു ചെറിയ കാറ്റും അതുപോലെ തന്നെ വെയിൽ വലിയ കാര്യമായിട്ടില്ലായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ നല്ലൊരു നാട്ടിലേക്ക് പോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. രാവിലെ ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ആ വെയിൽ ഉദിച്ചു വരുന്ന ആ വെയിലും ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുകളിലോട്ട് കയറി പോന്നു. പിന്നെ ഇടിയപ്പവും ചിക്കൻ കറിയും ഞാൻ കഴിക്കാനായിട്ട് എടുത്ത് വെച്ച്, ചായ എടുത്ത് വെച്ച്. ഞാനും ഓർത്തങ്ങ് കഴിച്ചേക്കാമെന്ന്. പിന്നെ ടേബിളിലെല്ലാം എടുത്ത് വെച്ചിരിക്കുമല്ലേ, കഴിക്കുവാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്തുകൊണ്ട് കഴുകി വെക്കാമല്ലോ. അതുപോലെ തന്നെ ചായയുടെ ചൂട് ഒത്തിരി ആറിപ്പോയി കഴിഞ്ഞ് പിന്നെ ചൂടാക്കി കുടിക്കുമ്പോൾ ആ യഥാർത്ഥ ടേസ്റ്റ് ചായയുടെ കിട്ടത്തില്ലല്ലോ. അതുപോലെ തന്നെ ഒത്തിരി ചൂടായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമില്ല. പെട്ടെന്ന് നമുക്കൊന്ന് കുടിക്കാവുന്ന രീതിയിലുള്ള ചൂട് മതി, അതാണ് എനിക്ക് താല്പര്യം. അപ്പം പിന്നെ ചിക്കൻ കറി എല്ലാം എടുത്ത് ഇടിയപ്പമൊക്കെ ഒരു 3 ഇടിയപ്പം ഞാൻ കഴിച്ചത്. നല്ല ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കൂട്ടി ആ ഇടിയപ്പം രാവിലെ ഇടിയപ്പമൊക്കെയാണെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. ഇടിയപ്പോ ദോശയോട് വലിയ താല്പര്യമില്ല എനിക്ക്. പാലപ്പമൊക്കെ എനിക്കിഷ്ടമാണ്. അതൊക്കെ ആകുമ്പോൾ രാവിലെ കഴിക്കാനൊക്കെ നല്ല കുറച്ചൊരു എരിവുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ ചൂടുള്ള ചായയും കൂടെ കുടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എരിവെല്ലാം കൂടി ഉള്ളപ്പോഴത്തേനേ. ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ കറികളെല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചു. എന്നിട്ട് ആ പാത്രം എല്ലാം ഒന്ന് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറേശ്ശെ കറികളൊക്കെ ഉള്ളൂ. ഉച്ചയ്ക്കുള്ളതെല്ലാം കൊടുത്തു വിട്ടുകൊണ്ട് പിന്നെ എനിക്ക് കൂട്ടാനുള്ള കറികളൊക്കെ മാത്രമേ മിച്ചമുള്ളൂ. വൈകിട്ട് പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ സ്റ്റൗ എല്ലാം ഒന്ന് തുടച്ച്, ഈ വെള്ള കളറുള്ള സ്റ്റൗ ആയതുകൊണ്ട് പെട്ടെന്ന് ചെളി പിടിക്കും. അന്നേരം തുടച്ചില്ലെങ്കിൽ കറയെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് പോകാനായിട്ട്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് തുടച്ചിട്ട് അതിന് ശേഷം കുറച്ചേറെ പാത്രം സിങ്കിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതാണ് ഏറ്റവും വലിയ പാട്. പാത്രം കഴുകുന്ന അന്നേരം തീർത്ത് വെച്ചാലും പിന്നെയും കുറേ പാത്രങ്ങളെല്ലാം കാണുമേ കഴുകാനായിട്ട്. ഒരുമാതിരിപ്പെട്ട പാത്രങ്ങളൊക്കെ ഞാൻ അന്നേരം കഴുകി വെക്കാൻ നോക്കും. പിന്നെയുള്ളതൊക്കെ ചായ എടുത്തതും അതുപോലെ തന്നെ ഓരോന്നൊക്കെ ചൂടാക്കുന്ന പാത്രങ്ങളും എല്ലാം അവിടെ കിടക്കും. അതെല്ലാം പിന്നെ അവസാനം കഴുകി വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം പെട്ടെന്നൊന്ന് കഴുകിയെടുക്കുവാണ്. കഴുകിയെടുത്തതിന് ശേഷം എനിക്കിന്ന് താഴെ മനുഷ്യരുടെയൊക്കെ ഫ്ലാറ്റിലൊന്ന് പോകണം. കാരണം അവർ നാട്ടിൽ പോയിരിക്കുവാണ്. ഇന്ന് വൈകിട്ട് വരും. അപ്പോൾ കുറേ ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുമല്ലോ അവിടെയൊക്കെ ഒന്ന് തുറന്നൊക്കെ ഇട്ട് ഒന്ന് തൂത്തൊക്കെ വാരിയിടണം. അവിടെ പോയി അതൊക്കെ ഒന്ന് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇത്രയും പണികളൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടണം. കാരണം അവർ വെളുപ്പിനെയാണ് വരുന്നത്. അവർക്ക് കൂടെയുള്ള ഫുഡെല്ലാം നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചെയ്യണം. അതിനായിട്ട് പെട്ടെന്ന് എല്ലാ പണികളൊക്കെ തീർക്കുവാണ്. അപ്പോൾ പാത്രം കഴുകിക്കഴിഞ്ഞപ്പോൾ തന്നെ അടുക്കളയ്ക്കകത്ത് നല്ലൊരു വൃത്തി വന്നു. കാരണം പാത്രം എല്ലാം കൂടി കിടക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഏറ്റവും വലിയ പ്രയാസം പാത്രം കഴുകുന്നതാണ്. പിന്നെ ഞാൻ അരി ഉഴുന്നുമെല്ലാം കഴുകി വെള്ളത്തിലിട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ രാവിലെ തൊട്ടുള്ള ജോലികളും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.